കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സ്വരാക്ഷരങ്ങൾ പറഞ്ഞു തന്നു. ഇനി ഹിന്ദിയിലെ വ്യഞ്ജനാക്ഷരങ്ങൾ പഠിക്കാം. ആദ്യം ക. മലയാളത്തിൽ എഴുതുന്നുണ്ട് ക. അതിനുശേഷം ഗ. ഗ എഴുതുമ്പോൾ സൂക്ഷിച്ചെഴുതണം. നഖം എന്നൊക്കെ എഴുതുമ്പോൾ ലഗ. അതിനുശേഷം ഗ. ഗാവ് എന്നൊക്കെ എഴുതുന്ന ഗ. ഗംഗ എന്നൊക്കെ എഴുതുന്ന ഗ ആണ്. അതിനുശേഷം മേഘം എന്നൊക്കെ എഴുതുന്ന ഘ. അതിനുശേഷം ങ. ങ എഴുതുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ആ വലതുവശത്തെ കുത്തിടാൻ മറക്കരുത്. ച. ഇനി ജ. ചോട്ട എന്നൊക്കെ എഴുതുമ്പോൾ ഉണ്ടാകുന്ന ച എൻ്റെ കൂടെ തന്നെ എഴുതണം. അടുത്തത് ജ. ഇനി ജ. ഈ എഴുതിയിട്ട് പിന്നെ അതിനൊരു വര കണക്ട് ചെയ്തിട്ടൊരു വര ഇട്ട് കൊടുക്കുക. അതാണ് ജ. അത് കഴിഞ്ഞ് ഞ. ഇനി ത. ഇനി ധ. ധ എഴുതുമ്പോൾ സൂക്ഷിക്കണം, ആ വര ഫുള്ള് മുട്ടിക്കരുത്. കംപ്ലീറ്റ് ഞാൻ കണ്ടില്ലേ. ഇനി ദ. ഇനി ധ. ധ എഴുതുമ്പോഴും ആ വര മുഴുവൻ, മുകളിലെ വര മുഴുവൻ വരയ്ക്കരുത്. ഇനി ന. ഇനി പ. ഇനി ഫ. പ എഴുതിയിട്ട് താഴേക്കും അതേപോലെ തന്നെ ഫ. ഇനി ബ. ഇനി ഭ. ബ എഴുതുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, മുകളിലെ വര മുഴുവനായി വരയ്ക്കരുത്. ഇനി മ. ബായും മായും മാറിപ്പോവരുതേ. ഇനി യ. ര. ല. താഴെ എഴുതിയിട്ട് അതേപോലെ തന്നെ ഒരു വള്ളി അപ്പുറത്തു കൂടി ഉള്ളതാണ് ല. വ. വായും ബായും മാറിപ്പോവരുത്, ഏകദേശം ഒരേപോലെയാണ്, ഉള്ളിലൊരു വര മാത്രമേ ഉള്ളൂ. ബാക്ക് വരണ്ട്, വാക്ക് വര ഇല്ല, മാറിപ്പോവരുത്. ഷ. ഷ. ഷ എഴുതുമ്പോഴും മുകളിൽ മുഴുവനായി വരയ്ക്കരുത്. ഷ. ഷ. പ എന്ന് എഴുതുന്ന ഇവിടും ഷ എഴുതുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. സ. ര എഴുതിയിട്ട് പിന്നെ ഒരു വര കൂടി ചേർത്ത് കൊടുക്കുക. എന്നാൽ സ. ഇനി ഹ. ഹ കുറച്ച് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ എഴുതാൻ. ഇനി ക്ഷ. ക്ഷ ശ്രദ്ധിച്ച് വേണം എഴുതാൻ, മുകളിലെ വര മുഴുവനായി വരയ്ക്കരുത്. ത്ര. ഞ. ഞ എന്നൊക്കെ എഴുതുന്ന ഞ. ഇനി ശ്ര. ഇത്രയുമാണ് ഹിന്ദിയിലെ വ്യഞ്ജനാക്ഷരങ്ങൾ. ഇനി ഞാനിതൊന്നുകൂടെ വായിച്ചു തരാം. ഖ ഖ ഖം ഖ ങ. ഛ ഛ ഛൻ ഛ ഞ. ഠ ഠ ഠൻ ഠ ന. ഥ ഥ ഥൻ ഥ ന. ഫ ഫ ഭം ഭ മ. യ ര ല വ ശ. ഷ സ ഹ ക്ഷ ത്ര ജ്ഞ.